പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഒരിക്കൽ കൂടി GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്വിസിന്റെ ഓഗസ്റ്റ് 2024 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബ്രിട്ടീഷ് ബിൽ ഗേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന ടെക്നോളജി ഓൺട്രപ്രണർ ആണ് മൈക്കൽ റിച്ചാർഡ് ലിഞ്ച്. ഇദ്ദേഹം ഉൾപ്പെടെ 6 പേർ ഇറ്റലിയിലെ സിസിലി തീരത്തുണ്ടായ ആഡംബര ഉല്ലാസ ബോട്ട് അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. ഈ അപകടത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന അന്വേഷണം നടക്കുകയാണ്. ചോദ്യം മറ്റൊന്നാണ്. ലോക പ്രശസ്ത ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റിഷ്യന്റെ പേരായിരുന്നു അപകടത്തിൽപ്പെട്ട ഈ നൗകയ്ക്ക് നൽകിയിരുന്നത്. നമ്മുടെ ചോദ്യം അതിലേക്കാണ് എത്തുന്നത്. ഒരു സൂചന നൽകാം. ഈ ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ആശയം അനിശ്ചിതത്വം കൈകാര്യം ചെയ്യുന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. യെസ്, ദി അൺസർട്ടനിറ്റി. ശാസ്ത്രജ്ഞന്റെ പേര്, യാച്ചിന്റെ പേര് രണ്ടും ഒന്ന് തന്നെയാണ്. ബേസിയൻ. തോമസ് ബേസ് ഒരു ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റിഷ്യനും ഫിലോസഫറും ആയിരുന്നു. ബേസിയൻ സിദ്ധാന്തം പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നാം പഠിക്കുന്നതാണ്. ബേസിയൻ സിദ്ധാന്തം മെഷീൻ ലേണിംഗിനും മറ്റുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന തിയറിയാണ്. ചരിത്രപരമായ ഒരു ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യ ഓഗസ്റ്റ് 23 ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യാസ് സ്പേസ് സാഗ എന്നതായിരുന്നു ഇത്തവണത്തെ തീം. എന്തിന്റെ ഓർമ്മ പുതുക്കാനാണ് നാഷണൽ സ്പേസ് ഡേ ആചരിച്ചു തുടങ്ങിയത്? ചന്ദ്രയാൻ 3. ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു. ഇതോടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഈ കേന്ദ്രഭരണ പ്രദേശത്തെ മൊത്തം ജില്ലകളുടെ എണ്ണം എത്രയായി? ഏതൊക്കെയാണ് ജില്ലകൾ? 7 ജില്ലകൾ. ലേ, കാർഗിൽ എന്നിവ കൂടാതെ പുതുതായി രൂപീകരിക്കുന്ന ജില്ലകൾ സൻസ്കർ, ദ്രാസ്, ശ്യാം, നുബ്ര, ചാങ്താങ്. ക്ലൈസ്താൻതസ് ദീക്ഷഭൂമിയാന. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ അംബഗാദ് ഫോറസ്റ്റിൽ ഈയിടെ കണ്ടെത്തിയതാണ്. എന്താണെന്ന് ഊഹിക്കാമോ? ന്യൂ പ്ലാന്റ് സ്പീഷീസ്. ദിസ് ഈസ് ആൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് ക്ലൈസ്താൻതസ് ജീനസ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ കർഷക സമൂഹങ്ങളുടെ ഉദയം കണ്ട അപ്പർ മെസപ്പൊട്ടേമിയയിലാണ് ഗോബൽക്കി തേപ്പെ സ്ഥിതി ചെയ്യുന്നത്. രാജ്യം ടർക്കി. ഇവിടെ 13,000 വർഷം പഴക്കമുള്ള ഒരു തൂണ് കണ്ടെത്തി, അല്ലെങ്കിൽ തൂണുകളുടെ കൂട്ടങ്ങൾ കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്കാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ കണ്ടുപിടുത്തം വിരൽ ചൂണ്ടുന്നത്. എന്താണത്? കലണ്ടർ. സ്തംഭത്തിന്റെ അടയാളങ്ങൾ സൗര ചന്ദ്ര ചക്രങ്ങൾ കാണിക്കുന്നതായി കാണപ്പെടുന്നു. കൂടാതെ നക്ഷത്ര സമൂഹങ്ങളുടെ ചലനങ്ങളെ ബാധിക്കുന്ന ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചലനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി പുരാതന മനുഷ്യർ തീയതികൾ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള തൂണുകൾ എന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് മാസത്തെ ഹെഡ്ലൈൻസ് പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ പരാമർശിക്കപ്പെട്ട വാക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, നിങ്ങൾ വേർഡ് ക്ലൗഡിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ വാർത്തകളിൽ കൂടുതലും പ്രത്യക്ഷപ്പെട്ടത് ഇത്തരത്തിലുള്ള വാക്കുകളായിരുന്നു. മുല്ലപ്പെരിയാർ ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയാറുണ്ട്. എന്നാൽ തുംഗഭദ്ര അണക്കെട്ടിന്റെ 19ാമത്തെ ക്രസ്റ്റ് ഗേറ്റ് അടുത്തിടെ തകർന്നു എന്ന വാർത്ത മലയാളികളുടെ ആശങ്കയുടെ നിരപ്പുയർത്തി. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പോലെ ചെളിയും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ 2 റിസർവോയറുകളിൽ ഒന്നാണ് തുംഗഭദ്ര അണക്കെട്ട്. തുംഗഭദ്ര അണക്കെട്ടിലെ മറ്റു ഷട്ടറുകളും തുറന്ന് ജലം ഒഴുക്കിക്കളയേണ്ടി വന്നു ഈ ഒരു പ്രതിസന്ധിയെ താൽക്കാലികമായി തരണം ചെയ്യുന്നതിനായിട്ട്. ചോദ്യം: ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. തുംഗഭദ്ര നദിക്ക് കുറുകെ പണിതിട്ടുള്ള അണക്കെട്ടാണ് തുംഗഭദ്ര അണക്കെട്ട്. ഈ നദിയെ പമ്പാസാഗർ എന്നും അറിയപ്പെടുന്നു.
സിക്കിമിലെ ടീസ്റ്റ 5 ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ അടുത്തിടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 വീടുകൾക്കും NHPC കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ടീസ്റ്റ നദിയിൽ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടോടു കൂടിയ 510 മെഗാവാട്ട് റൺ ഓഫ് റിവർ ജലവൈദ്യുത പദ്ധതിയാണ് ടീസ്റ്റ വി. ഏത് നദിയുടെ കൈവഴിയാണ് ടീസ്റ്റ നദി? ബ്രഹ്മപുത്ര നദി. ടീസ്റ്റ നദി സിക്കിം, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് ബ്രഹ്മപുത്ര നദിയുടെ ഒരു മെയിൻ ട്രൈബ്യൂട്ടറിയാണ്. അടുത്ത വർഷം ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ അയക്കുന്നതിന് മുൻപ് ISRO ബഹിരാകാശ പേടകത്തിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിനായി ഒരു ഹ്യൂമനോയിഡിനെ ബഹിരാകാശത്തേക്ക് അയക്കും. ഈ ഹ്യൂമനോയിഡിന്റെ തലയോട്ടിയുടെ രൂപരേഖ തയ്യാറായത്രേ. എന്താണ് ഇതിന്റെ പേര്? വ്യോമിത്ര. ചിത്രത്തിൽ കാണുന്ന വ്യക്തിക്ക് 37 വയസ്സാണ്. തായ്ലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ഈ ഓഗസ്റ്റിൽ ഇവർ അധികാരമേറ്റെടുത്തു. പെയിന്റോങ് ടാൻ ഷിനാവത്ര. ലോകം മറ്റൊരു പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകിയിരിക്കുന്നു. 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണത്രേ ആദ്യമായി ഈ അസുഖം റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്ത ഈ രോഗത്തിന്റെ പേരെന്താണ്? monkey pox. The epidemic is concentrated in DRC, which has reported more than 500 deaths from the virus this year. A dozen other African countries have reported infections. Rabies, anthrax, influenza, H1N1, H5N1, Nipah, COVID-19, tuberculosis, ഇപ്പോൾ monkey pox. ഇങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളിൽ ഏറെ വർധനയുണ്ട്. വ്യത്യസ്ത സാമൂഹിക സാഹചര്യമാവാം ഒരുപക്ഷെ ഇതിന് കാരണം. ചോദ്യം ഇതാണ്, ഇത്തരം അസുഖങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? Zoonotic diseases. Diseases that are transmitted from vertebrate animals to humans are referred to as zoonotic diseases. അസമിലെ ഷിംല ബഗാനിൽ അടുത്തിടെ കണ്ടെത്തിയ സ്ലോ ലോറിസ് IUCN റെഡ് ലിസ്റ്റിൽ ഏത് പദവിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വിഷമുള്ള പ്രൈമേറ്റുകളാണ് സ്ലോ ലോറിസുകൾ. കൂടുതലും ഇവ മരങ്ങളിലാണ് വസിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. 1972 ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ബംഗാൾ സ്ലോ ലോറിസ് നിയമപരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഏത് മന്ത്രാലയമാണ് KDSS ആരംഭിച്ചത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ DRDOയും ഇന്ത്യൻ സൈന്യവും വിജയകരമായി പരീക്ഷിച്ച മിസൈൽ സംവിധാനം ഏതാണ്? മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. തദ്ദേശവാസികളുടെ നേട്ടങ്ങൾ, സാംസ്കാരികത എന്നിവ ആഘോഷിക്കാനും അവർ നേരിടുന്ന വെല്ലുവിളികളെ പൊതുസമൂഹത്തെ അറിയിക്കാനുമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾസ് ആഘോഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഇത് എല്ലാ വർഷവും ഓഗസ്റ്റ് 9 കൊണ്ടാടുന്നു. ഇത്തവണത്തെ തീം എന്തായിരുന്നു? പ്രൊട്ടക്ടിംഗ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾസ് ഇൻ വോളണ്ടറി ഐസൊലേഷൻ ആൻഡ് ഇനീഷ്യൽ കോണ്ടാക്ട്. ഒളിമ്പിക്സ് 100 മീറ്റർ ഫൈനലിൽ അമേരിക്കൻ സ്പ്രിന്റർ നോഹ ലൈൽസ് സ്വർണം നേടിയിരുന്നു. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെള്ളിമെഡൽ ജേതാവായ ജമൈക്കയുടെ കിഷാൻ തോംസനെ എത്ര സമയത്തിനാണ്
പരാജയപ്പെടുത്തിയത്. 0.005 seconds. ലിൻസ് 9.784 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തപ്പോൾ തൊട്ടു പിന്നിലെ തോംസൺ 9.789 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ഫോട്ടോ ഫിനിഷിങ്ങിനേക്കാളും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരമായിരുന്നു നടന്നിരുന്നത്. പാരീസ് സമ്മർ ഒളിമ്പിക്സ് 2024 സമാപിച്ചു. 40 വീതം സ്വർണ്ണ മെഡലുകൾ നേടിയ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US ആൻഡ് ചൈന. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമ? കാന്താര. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ഫീച്ചർ ഫിലിം ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ട നടിമാർ ആരൊക്കെയാണ്? നിത്യ മേനോൻ, മനാസി പരേഖ്. കേന്ദ്രമന്ത്രിസഭ ബയോ E3ക്ക് അനുമതി നൽകി. 2047ഓടെ ഇന്ത്യയുടെ വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ബയോടെക്നോളജിയിലെ മുന്നേറ്റങ്ങൾ ഉപയോഗിക്കാനാണ് ഈ നയം ലക്ഷ്യമിടുന്നത്. പറയൂ, എന്താണ് ബയോ E3യുടെ പൂർണ്ണരൂപം? ബയോടെക്നോളജി ഫോർ എക്കോണമി, എൻവയോൺമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. റഷ്യൻ വംശജനായ സംരംഭകനായ പാവേൽ ഡുറോവിനെ അറസ്റ്റ് ചെയ്തു. പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. താൻ CEO ആയ ഈ കമ്പനിയുടെ ഏറെ പ്രശസ്തമായ പ്ലാറ്റ്ഫോം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പറയൂ, ഏതാണ് ഈ പ്രശസ്തമായ പ്ലാറ്റ്ഫോം? യെസ്, ടെലഗ്രാം മെസ്സേജിംഗ് ആപ്പ്. ഗ്രാമീണ ചെറുകിട വായ്പകൾക്കായുള്ള പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രഖ്യാപനമാണ് ULI. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭൂരേഖകൾ പോലുള്ള ഡിജിറ്റൽ വിവരങ്ങളുടെ തടസ്സമില്ലാത്ത കൈമാറ്റം പ്രവർത്തനക്ഷമമാകുന്നതിലൂടെ വായ്പാ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് പറയപ്പെടുന്നു. ULI ഇതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്താണ് ULIയുടെ പൂർണ്ണരൂപം? യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ്. വനം വകുപ്പിന്റെ ക്ലൗഡ് അധിഷ്ഠിത ഫോറസ്റ്റ് ഒഫൻസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അടുത്ത 3-4 മാസത്തിനുള്ളിൽ നിലവിൽ വരുമത്രേ. എന്താണ് ഇതിന്റെ പേര്? ഗരുദക്ഷി. The software guides the forest officers or investigating officer at every step from filing FIRs to invoking various sections of Forest Wildlife Protection Acts for building watertight cases. ബംഗ്ലാദേശിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഓഗസ്റ്റ് 5 രാജിവെച്ചു. തുടർന്ന് നിലവിൽ വന്ന കാവൽ മന്ത്രിസഭയിൽ നോബൽ ജേതാവായ മുഹമ്മദ് യൂനിസ് ചീഫ് അഡ്വൈസറായി സ്ഥാനമേറ്റു. എന്തായിരുന്നു പ്രതിഷേധത്തിന് പെട്ടെന്ന് വഴിവെച്ചത്? അനേകം കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നുള്ള പ്രകോപനം എന്തായിരുന്നു? സർക്കാർ ജോലിക്ക് ഏർപ്പെടുത്തിയ കോട്ട സമ്പ്രദായത്തെ ചൊല്ലിയായിരുന്നു പെട്ടെന്ന് പ്രക്ഷോഭം ഉടലെടുത്തത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഉച്ചസ്ഥായിലെത്തിച്ചത്. ഹസീന ഏകദേശം 15 വർഷത്തോളം ബംഗ്ലാദേശ് ഭരിച്ചു. സാധാരണയായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, വേദനസംഹാരികൾ, മൾട്ടി വിറ്റാമിനുകൾ എന്നിവ ഉൾപ്പെടുന്ന 156 FDC മെഡിസിൻസ് ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. ഓഗസ്റ്റ് 21 ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഗസറ്റ് നോട്ടീസിൽ ആരോഗ്യത്തിന് അപകടകരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മരുന്നുകളുടെ ഉൽപാദനം, വിപണനം, വിതരണം എന്നിവ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. അതിരിക്കട്ടെ, എന്താണ് FDC? ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ്. കപ്പലുകൾക്ക് അപകടകരമായേക്കാവുന്ന രീതിയിൽ
ഒരു നദിയിലോ സമുദ്രത്തിലോ മണലോ ചെളിയോ അടിഞ്ഞുകൂടുന്നതിനെ ഷോൾ അല്ലെങ്കിൽ സാൻഡ് ബാർ എന്ന് വിളിക്കുന്നു. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്ന സബീന ഷോൾ. എവിടെയാണ് സബീന ഷോൾ സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം? സൗത്ത് ചൈന കടലിലാണ് സബീന ഷോൾ സ്ഥിതി ചെയ്യുന്നത്. ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോഴത്തെ വാർത്തകൾക്ക് ആധാരം. ചൈന ഇതിനെ സിയാൻബിൻ ജിയാവോ എന്നും ഫിലിപ്പീൻസ് എസ്കോഡ ഷോൾ എന്നും അവകാശപ്പെടുന്ന ഷോൾ ആണിത്. ഫിലിപ്പീൻസിന്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 75 നോട്ടിക്കൽ മൈലും ചൈനയിൽ നിന്ന് 630 നോട്ടിക്കൽ മൈലും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും കടലിലെ വിവിധ ദ്വീപുകളിലും പ്രദേശങ്ങളിലും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വർഷങ്ങളായി അവരുടെ തർക്കം കൂടുതൽ വഷളായി മാറിക്കൊണ്ടിരിക്കുന്നു. 3 ചിത്രങ്ങൾ കാണാം. ഒന്നാമത്തേത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം. മൂന്നാമത്തേതിലേക്ക് വരാം. ഫറാക്ക ബാരേജ് എന്ന തടയണ. എന്താണ് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാർത്ത? അത് രണ്ടാമത്തെ ചിത്രത്തിൽ ലഭിക്കും. ബംഗ്ലാദേശിലെ വെള്ളപ്പൊക്കമാണ് പ്രധാന വാർത്ത. മൺസൂൺ മഴയും കരകവിഞ്ഞൊഴുകുന്ന നദികളും കാരണം ബംഗ്ലാദേശ് കടുത്ത വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ ഫറാക്ക ബാരേജ് ഗേറ്റുകൾ തുറന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം എന്ന് ബംഗ്ലാദേശ് ഭാഗികമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഫറാക്ക ബാരേജും വെള്ളപ്പൊക്കവും തമ്മിൽ ബന്ധമില്ലെന്ന് ഇന്ത്യൻ വിദേശ മന്ത്രാലയം അറിയിച്ചു. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫറാക്ക ബാരേജ് 1975 പ്രവർത്തനം ആരംഭിച്ചത്. കൊൽക്കത്ത തുറമുഖത്തെ സഹായിക്കുന്നതിന് ഭാഗീരഥി ഹൂഗ്ലി നദിയിൽ നിന്ന് ചെളി ശുദ്ധീകരിക്കുന്നതിനായി ഫറാക്ക കനാലിലേക്ക് വെള്ളം തിരിച്ചുവിടുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഈ കൊച്ചുമിടുക്കനെ കണ്ടില്ലേ? പഞ്ചാബി ബാലനാണ്. പേര് തെഗ്ബീർ സിംഗ്, 5 വയസ്സുകാരൻ. എന്ത് റെക്കോർഡാണ് ഇവൻ സൃഷ്ടിച്ചത്? പഞ്ചാബിലെ റാപ്പർ സ്വദേശിയായ 5 വയസ്സുകാരൻ തർബീൻ സിംഗ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ പർവ്വതം കയറി. ഓഗസ്റ്റ് 15 ട്രക്കിംഗ് ആരംഭിച്ച ഈ മിടുക്കൻ ഓഗസ്റ്റ് 23 ഉഹൂറു കൊടുമുടിയിലെത്തി. ടാൻസാനിയയിലെ കിളിമഞ്ചാരോ പർവ്വതത്തിന് 19,340 അടി ഉയരമുണ്ട്. വളരെ താഴ്ന്ന ഓക്സിജൻ, ഉയരത്തിലുണ്ടായേക്കാവുന്ന അസുഖം, -10 താഴെയുള്ള താപനില തുടങ്ങിയ വെല്ലുവിളികളൊക്കെ ഭേദിച്ചാണ് ഇവൻ മുകളിലെത്തിയത്. ഒളിമ്പിക്സിന് തിരശ്ശീല വീണു. 2 ആഴ്ചയ്ക്ക് ശേഷം മറ്റൊരു ലോക കായിക മാമാങ്കത്തിന് ലോകം പാരീസ് ആതിഥ്യമരുളുകയാണ്. പാരാലിമ്പിക്സ് ഗെയിംസ് 2024 ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ ആരംഭിച്ചു. വൈകല്യമുള്ള കായിക താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വാഹകർ ആരായിരുന്നു? പാരാ ജാവലിൻ ചാമ്പ്യൻ സുമിത് ആൻഡിലും ഷോട്ട്പുട്ട് താരം ഭാഗ്യശ്രീ യാദവുമാണ് ഇന്ത്യയുടെ പതാക വാഹകർ. പ്രിയപ്പെട്ടവരെ, ഈ 30 ചോദ്യോത്തരങ്ങളിൽ നിന്നും അതിലധികം അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.